അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് റെസിപ്പിയുടെ വീഡിയോയുമായിട്ടല്ല. അപ്പോൾ മകളുടെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മകൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് നോക്കാനായിട്ട് പോകുന്നതാണ്. സാധാരണ മക്കളെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇവിടെ നിന്ന് റെഡിയാക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം റെഡിയാക്കി പോകാനിരുന്ന സമയത്താണ് ഇങ്ങനെ വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് കുറച്ചാണ് ഞാൻ റെഡിയാക്കി കൊണ്ടുപോയത്. ബാക്കി അവിടെ കൊണ്ടുപോയിട്ടാണ് ഞാൻ പിന്നെ റെഡിയാക്കിയത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം സിപ്ലോ കവറിലാക്കി ഫ്രീസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറേശ്ശെ എടുത്ത് ചതച്ചെടുത്താൽ മതി. എവിടെ പോണ്? നിന്നെ എവിടെ പോണു? ഞാൻ എറണാകുളം. അത് ശരി. അപ്പം അങ്ങനെ രാവിലെ തന്നെ ഒരു 11 മണിയോടുകൂടി ഞങ്ങൾ 4 പേരായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇളയ മോള് തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ പോകും മുന്നേ മോള് 2 ദിവസം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. കാര്യം ഇത്താക്ക് വയ്യാത്തത് കൊണ്ട് കാണാനായിട്ട് അനിയത്തി വന്നതായിരുന്നു. അപ്പോൾ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അവൾ പോയില്ല, അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയതിന് ശേഷം പിറ്റന്നാണ് മോള് തൃശ്ശൂരോട്ട് പോയത്. അപ്പോൾ മക്കളൊക്കെ ദൂരെ താമസിക്കുമ്പോൾ ഇതുപോലെ വയ്യായികയൊക്കെ വന്നാൽ നമുക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അതേത് സ്ഥലങ്ങളിലൊക്കെ എടുത്ത് വെച്ച്, അപ്പോൾ ഇളയ മോളും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഒത്തിരി പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ അതൊക്കെ ഒന്ന് എടുത്തെല്ലാം വെച്ചതിന് ശേഷമാണ് പിന്നെ മക്കളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കണ്ടപ്പം കൊച്ചുമക്കൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനുമോനും സൈറുമോളും സിയാമോനും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് ഇതുപോലെ ലീവുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കുന്ന മാനസികാവസ്ഥയിലല്ലായിരുന്നു. പിന്നെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ചെറിയ ഷോട്ട് കൂടെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇളയ മോളും ഫാമിലിയും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം പാപ്പായും മോനും ഹസീന മോളും കൂടി അവിടെ നിന്ന് വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മോളെയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഷാനിദ കാസിം എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്തതുപോലെ അതിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സാധാരണ നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും കൊച്ചുമക്കളെയൊക്കെ കാണുമ്പോൾ ആ വിഷമങ്ങളെല്ലാം മറന്നു പോകും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.